എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. KPCCയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരളീയ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പല പേരുകളും ഇതിനിടയിൽ പ്രചരിപ്പിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടത്. നമുക്കറിയാലോ, ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയായതിനെ തുടർന്നിട്ട് കഴിഞ്ഞ 2 മാസമായി, അതായത് ഈ മന്ത്രിസഭ രൂപീകരണത്തിന് ശേഷം KPCC നിർജ്ജീവമാണ് എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ KPCCയുടെ ചുമതലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സണ്ണി ജോസഫിന് കഴിയില്ല. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് KPCCക്ക് ഒരു പ്രസിഡന്റ് വേണം എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ AICCയിൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പല നേതാക്കളും AICC നേതാക്കളുമായി, അതായത് പ്രത്യേകിച്ചും KC വേണുഗോപാലൊക്കെ ആയിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു AICC ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാത്തതിന് കാരണം ഇതിൽ ഒരുപാട് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നേരത്തെ അറിയാലോ, ഇപ്പോൾ KCക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് KC വളരെ നിരാശനാണ്. അപ്പം പുതിയൊരു KPCC പ്രസിഡന്റിനെ നിയമിക്കുകയാണെങ്കിൽ അത് KC പക്ഷക്കാരനായിരിക്കണം എന്നുള്ളതിൽ KC നിർബന്ധം പിടിക്കുകയാണ്. മറ്റൊന്ന്, ഹൈക്കമാൻഡിന് അറിയാം, ഇപ്പം കഴിഞ്ഞ 2-2.5 മാസമായിട്ട് VD സതീശൻ വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവിധ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സതീശൻ ഒന്നും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്നില്ല. വളരെ കർക്കശക്കാരനായിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണങ്ങളെ മുഴുവൻ പ്രതിരോധിച്ചുകൊണ്ട് ആ രീതിയിലാണ് സതീശൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ KPCC പ്രസിഡന്റായിട്ട് സതീശന് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ, സതീശനെ നിയന്ത്രിക്കുന്ന ഒരാൾ വന്നാൽ സതീശന് ഇന്നത്തെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ? കാരണം AICCയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഇപ്പം കർണാടകയിൽ ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടന ചൊല്ലി അവിടെ കൂട്ടക്കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളമാണ് അവർക്ക് കുറേ കൂടി ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനമുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഭരണം ഈ 2.5 മാസം കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഭരണമാണ് കേരളത്തിലേത് എന്നുള്ളത് എല്ലാവരും, ഈ അന്തംഗമ്മികൾ പറയില്ല, ബാക്കി എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. ആ അവസരത്തിൽ സതീശന് കൂടി സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കണം KPCC പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ AICCക്ക് ഒരു തർക്കവുമില്ല കേട്ടോ. പക്ഷെ അതേ സമയത്ത് തന്നെ ആരാണ് സതീശൻ അക്കാര്യത്തിൽ മനസ്സ് തുറന്നോ എന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പം കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലാണ് KPCCയുടെ പുതിയ അധ്യക്ഷനായി വരാൻ പോകുന്നത്. കാരണം KC വേണുഗോപാൽ ഷാഫി പറമ്പിലിനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിക്ക് താല്പര്യം ആന്റോ ആന്റണിയെ ആയിരുന്നു. അതേസമയത്ത് മല്ലികാർജുൻ ഖാർഗെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പക്ഷക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ്. അത് പാർട്ടിക്ക് ഒരു പ്രത്യേക ഒരു പ്രിവിലേജ്, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആകുമ്പോൾ നമ്മൾ ഈ ദളിതുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രതിച്ഛായ, പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും നല്ലത് എന്നാണ് ഖാർഗെയുടെ അഭിപ്രായം. പക്ഷേ സോണിയക്ക് അതത്ര തൃപ്തികരമല്ല. സോണിയ ആന്റോ ആന്റണി പക്ഷക്കാരനാണ്. പക്ഷേ രാഹുൽ ഈ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. അപ്പോഴാണ് KC വേണുഗോപാൽ ഷാഫി പറമ്പിലിന്റെ കാര്യം രാഹുലിന്റെ മുന്നിൽ വെച്ചത്. ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനായാൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഒന്ന്, യുവാക്കളുടെ ഇടയിൽ അറിയാലോ, ഷാഫിക്ക് ഇപ്പോൾ നമുക്ക് ഒക്കെ അറിയാം, കേരളത്തിൽ ഷാഫി പറമ്പിലിനുള്ള അത്രയും ഒരു മാസ് സപ്പോർട്ട്, അത്രയും ഒരു പിന്തുണ ഇത് യുവാക്കളുടെ ഇടയിൽ മാത്രമല്ല പൊതുവെ സ്വീകാര്യനാണ് ഷാഫി പറമ്പിൽ. ഒരുപക്ഷെ കോൺഗ്രസിൽ ഇപ്പം VD സതീശൻ കഴിഞ്ഞാൽ പിന്നെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു പിന്തുണയുണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ. ആ പിന്തുണ നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പം ഷാഫി പറമ്പിൽ ആണ് ഈ നേരത്തെ വന്ന ഈ പേരുകളുണ്ടല്ലോ, അതായത് ആന്റോ ആന്റണി ആവട്ടെ, അല്ലെങ്കിൽ ആരാവട്ടെ, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ആവട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന മാത്യു കുഴൽനാടനാവട്ടെ, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ആവട്ടെ, ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ആളാണ് ഷാഫി പറമ്പിൽ. കാരണം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആള് KPCC അധ്യക്ഷനായി വരിക എന്ന് പറയുന്നത് പാർട്ടിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷാഫി പറമ്പിലാണ് നറുക്ക് വീഴുക. കാരണം ഈ പറഞ്ഞ കൂട്ടത്തിൽ, അതായത് ഇപ്പം പരിഗണനയിലുള്ള ഈ പേരുകളൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു സ്വീകാര്യൻ ഷാഫി പറമ്പിലാണ്. പക്ഷേ
സതീശൻ എന്ത് നിലപാടെടുക്കും? അത് ഏറ്റവും പ്രധാനപ്പെട്ട. സതീശൻ ഇത് എതിർത്താൽ രാഹുൽ അല്ലെങ്കിൽ സോണിയ ഇതിനെ പച്ചക്കൊടി വീശുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സതീശൻ അറിയാം, ഇപ്പം കെ സി പക്ഷക്കാരായ തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും MLA മാരും ഒക്കെ കെ സി പക്ഷപാതികളായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ സതീശന്റെ ഈ ഒരു പ്രവർത്തനം, കാരണം സതീശൻ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ കെ സി പക്ഷക്കാരായിരുന്ന MLA മാരും മന്ത്രിമാരൊക്കെ അകമഴിഞ്ഞ പിന്തുണ സതീശന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ അറിയാലോ, നേരത്തെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടും ഒക്കെ സതീശന്റെ കൂടെയായിരുന്നു. അപ്പം ഷാഫിയോട് സതീശന് അങ്ങനെ ഒരു വൈരാഗ്യത്തിനുള്ള ഒരു സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം തീർച്ചയായും കെ സി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഷാഫി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒന്നുകൂടി അത് ഉണർവും ഉത്തേജനവും ഒക്കെ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഏറെ ഒരു പ്രതീക്ഷ എന്താ പറയുക ഷാഫി വരുന്നതോടുകൂടി ഉണ്ടാവും. അപ്പൊ ഷാഫിയും സതീശനും തമ്മിലുള്ള എന്താ പറയുക ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതിൽ അപകടം ഉണ്ടാവാത്തിടത്തോളം കാലം ഈ ഒരു എന്താ പറയുക കെ സിയുടെ ഈ ഒരു സജഷൻ പാർട്ടിക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കെ സിയുടെ മനസ്സിൽ ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷനാക്കിക്കൊണ്ട് പാർട്ടിയെ തന്റെ വരുതിയിൽ അല്ലെങ്കിൽ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് കെ സി കരുതുന്നത്. പക്ഷേ വി ഡി സതീശൻ കെ സിക്ക് മുമ്പിൽ അങ്ങനെ മുട്ടുമടക്കില്ല. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ കെ സി ഇവിടെ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറം വി ഡി സതീശനും കടുംപിടുത്തം പിടിക്കും. അപ്പം ഇവര് രണ്ടു കൂട്ടരും ഷാഫി പറമ്പിലൂടെ ഒരു എന്താ പറയാ ഒരു സംഘടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുവോ, അതല്ല ഷാഫി പറമ്പിലിന് കൃത്യമായ ഒരു പ്രായോഗിക സമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ കെ സിയുടെ സമ്മർദ്ദത്തിന് വിധേയനായി വെറുതെ സതീശനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത ദിവസം തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും. കാരണം ഇതുവരെ AICC ഇത് നീട്ടിക്കൊണ്ടുപോയത് ആദ്യം കർണാടകയിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് കേരളത്തിലേക്ക് വരാ എന്നായിരുന്നു അവർ കണക്കൂട്ടിയിരുന്നത്. അപ്പം ഏതായാലും എല്ലാവിധ ഷാഫി പറമ്പിൽ KPCCയുടെ അധ്യക്ഷനായി വരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഷാഫി പറമ്പിലിന്റെ എല്ലാവിധ ആശംസകളും മുൻകൂറായി നേരുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ KPCCയുടെ അധ്യക്ഷനും വി ഡി സതീശൻ മുഖ്യമന്ത്രിയും ആയി ഇവർ തമ്മിലുള്ള നല്ല ഒരു കോംബോ വർക്ക് ചെയ്താൽ പിന്നെ ഇടതുപക്ഷത്തിന് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.